ഫസ്റ്റ്. അപ്പൊ അശ്വിനാണ് എന്റെ പക്കി. ഈ ഭക്തനെ കൺട്രോൾ ഞാൻ വിചാരിച്ചു നോക്കുന്നേ കണ്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായാലേ നമ്മൾ കണ്ടിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കണ്ടൻറ്റുകളും ഉണ്ടായിരുന്നു, ഒരുപാട് കണ്ടൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് വന്ന് സംസാരിക്കാനായിട്ട് സൗണ്ട് വേണ്ടേ. ഇന്നലെയൊക്കെ ഊമയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ചും കൂടി എനിക്ക് സൗണ്ടൊക്കെ വന്നു തുടങ്ങിയത്. എന്തായാലും ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ട്. നിങ്ങളോടെല്ലാവരോടും ഹാപ്പി വിഷുവും പറഞ്ഞു, പടക്കമൊക്കെ സൂക്ഷിച്ച് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് ഞാൻ പോയി. പക്ഷെ ഞാൻ പടക്കം പൊട്ടിച്ചപ്പോൾ പടക്കാൻ്റെ തൊണ്ടയിൽ വെച്ചൊന്നും പൊട്ടിച്ചതല്ല. പക്ഷേ പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഹാ എന്നൊക്കെ ഇങ്ങനെ ഒച്ചയൊക്കെ എടുത്ത് എല്ലാത്തിൻ്റെയും പുകയൊക്കെ വലിച്ചു കയറ്റി ഇൻഫെക്ഷനായി 2 ദിവസം സൗണ്ട് ഉണ്ടായിരുന്നില്ല ഗൈസ്. കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സൗണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഏകദേശം പറയാൻ പറ്റുന്നത്, പക്ഷേ എനിക്ക് കിതപ്പ് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് വിഷു കൈനീട്ടൊക്കെ തന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളോടൊക്കെ ഞാൻ വിഷു കൈനീട്ടം വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളെനിക്കത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് എനിക്ക് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് സന്തോഷമൊക്കെ ആയിട്ടോ. എന്തായാലും സന്തോഷം എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ച കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി. വേറെ പ്രത്യേകിച്ച് വലിയ അസുഖമൊന്നും അല്ല. ഈ കമ്പിത്തിരി പൊട്ടിക്കുന്ന അല്ലെങ്കിൽ മത്താപ്പൂ ഇപ്പോൾ ഭയങ്കര പുകയല്ലേ, എന്തൊരു പുകയാണ് ആ ഓരോ പെൻസിലിനും കമ്പിത്തിരി മത്താപ്പൂ ആ സാധനങ്ങൾക്കൊക്കെ. ഇതൊക്കെ വലിച്ച് കയറ്റിയിട്ടുള്ള വയ്യായിക കേട്ടോ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. അങ്ങനെ വിഷുവൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് കഴിഞ്ഞു. ഇന്ന് ഒരു ഷോ വന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ വരുന്നുണ്ട്. കുക്ക് കോമഡി അങ്ങനല്ലേ? അത് കുക്ക് വിത്ത് കോമാളി എന്നൊക്കെ പറഞ്ഞ് തമിഴിലും കുക്ക് വിത്ത് ലോഫർ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിലൊക്കെയുള്ള അതേ ഷോ തന്നെ നമ്മുടെ മലയാളത്തിൽ വരുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതേ രീതിയിൽ തന്നെ വരുന്നത് കിഡിലും കോമഡിയാണ്, രസമാണ്. അയ്യോ, നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇല്ലേ, ബിഗ് ബോസ് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും ഇനി ബിഗ് ബോസ് വേണ്ട, ഇത് മതി എന്ന് പറയും. അത്ര അടിപൊളി ഷോ ആയിട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ആ ഷോയെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഞാൻ വരുമെന്ന്. ആദ്യം ഞാൻ കരുതുന്നത് ഷോ ഒന്ന് കാണട്ടെ, എങ്ങനെ നോക്കട്ടെ, എന്നിട്ട് പറയാമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞോണ്ടോന്ന് കാര്യമില്ല, നിങ്ങൾ പോയി കാണണം. കണ്ടാലേ അതിൻ്റെ ആ ഒരു രസം മനസ്സിലാവുള്ളൂ. എന്ത് രസം, അടിപൊളി. നമ്മുടെ ഒരു 1.5 മണിക്കൂറുണ്ടല്ലോ, നമ്മളെല്ലാം മറന്ന് എൻജോയ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. കിഡിലെ ഷോയാണ് കുക്ക് കോമഡി. ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് ആങ്കർ. ഭാവനയും പിന്നെ ഒരു ഷെഫ് നളനുമാണ് ഇതിലെ ജഡ്ജായിട്ട് വരുന്നത്. പിന്നെ ഒരു 8 കപ്പിൾസ് ഉണ്ട്. 8 കപ്പിൾസ് ഇതിനകത്ത് ഉണ്ടാകും. ഒരാൾ കുക്ക് ചെയ്യാനോ മറ്റൊരാൾ അതൊക്കെ കൊളാക്കാനും, കോമഡി ആർട്ടിസ്റ്റ്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള, സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്, എൻ്റെ ബിഗ് ബോസിലെ അടുത്ത സീസണിലെ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോഴെങ്കിലും ഇതേപോലെയുള്ളവരെ തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കിഡിലും ഇത്രയും നല്ല ഇങ്ങനെയുള്ളവരെയൊക്കെ ബിഗ് ബോസിൽ എടുത്താലുണ്ടല്ലോ ഷോ നല്ല കിടിലായിട്ട് പോകും. അല്ലാതെ ഈ ഉറക്കം തൂങ്ങികളൊക്കെ ബിഗ് ബോസിലേക്ക് വിളിച്ച് കയറ്റി എന്തെന്ന് പുറത്ത് പോയി കൊതിന്ന് ഉണയാൻ പറയുന്ന സീരിയലിൽ അഭിനയിക്കുന്ന കുറച്ചെണ്ണങ്ങളുണ്ടല്ലോ, അതുങ്ങളൊക്കെ പിടിച്ച് നിന്ന് കയറ്റുക. ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കുക്ക് കോമഡിയിലെ ആദ്യത്തെ ദിവസം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. നാളെയാണ് മൊത്തത്തിൽ എന്താ പറയുക കുക്ക് ആ ഷോ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗംഭീരമായിരുന്നു. ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും, എന്താണ് നിങ്ങളിൽ കണ്ടന്റ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. തുടക്കം തന്നെ ട്വിങ്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വിങ്കിൾ ശീതളാണ് ഇതിൻ്റെ ആങ്കറായിട്ട് വരുന്നത്. പാചകകലയിലെ താര രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോയുടെ വലിയേട്ടനായിട്ട് ട്വിങ്കിളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷെഫ് നളനെയാണ്. വലിയേട്ടൻ എന്നാണ് ഈ ഷോയുടെ വലിയേട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷോ എങ്ങനെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ പോകും, ഒക്കെ അതിൽ സംശയമൊന്നുമില്ല കേട്ടോ. അടുത്തത് വന്നിരിക്കുന്നത് നമ്മുടെ ഭാവനേനാണ്. എന്ത് രസമാണ് ഭാവനനെ കാണാൻ, അപ്പോൾ ആ ചിരിയൊക്കെ കാണാൻ എന്ത് ലുക്കാ, എന്ത് ഭംഗിയാ. കിഡിലും ലുക്കിലാണ് ഭാവന വന്നിരിക്കുന്നത്. ഭാവനയുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ക്രോണിക് ബാച്ചിലറില്ലേ, അതിലൊക്കെ കിടിലം പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ. ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഭാവന വന്നു. പിന്നെ അവരുടെ ആ രസകരമായിട്ടുള്ള ടോക്കൊക്കെ ആയിരുന്നു. ഈ ഷോയിൽ കുക്ക് ഉണ്ടാവും, കോമഡി ആർട്ടിസ്റ്റ് ഉണ്ടാവും, പിന്നെ
ഇവരൊക്കെ അടക്കി ഭരിച്ച് വരച്ച വരെ നിർത്താനായിട്ട് ജഡ്ജസ്മാർ. അത് രണ്ടാണ്, അവരാണ് ഈ രണ്ടുപേര് കേട്ടോ. പിന്നെ ഭാവനയിൽ പറയുന്നുണ്ട് ഭാവനയുടെ ആദ്യത്തെ കുക്കിംഗ് ഷോ ആണെന്ന്. ഒരു പക്ഷേ ഇത് ആദ്യത്തെയും അവസാനത്തെ ആവാൻ സാധ്യതയുണ്ട്, കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ. പുള്ളിക്കാരി നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരുടെ ഫേസ് കാണുമ്പോൾ അറിയാം. വേറെ ഒന്നും ഉണ്ടെന്നല്ലേ, ഈ കുക്കിംഗ് അറിയുന്ന ആളും കുക്കിംഗ് അറിയാത്ത ആളും കൂടി ഒരു പെയറായിട്ട് വരികയാണ്. എങ്ങനെ ഇരിക്കും അത്? ഒരു കപ്പിളൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 4-5 അത്ര കപ്പിൾസ് ഉണ്ട്. ഒരാൾ കുക്കിംഗ് അറിയുന്നതും ഒരാൾ കുക്കിംഗ് അറിയാൻ പാടില്ലാത്തതും. ഇങ്ങനെ ഇവർ ഒരു 5-6 പേരാവുമ്പോൾ എങ്ങനെ ഇരിക്കും ആ ഷോ എന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഊഹങ്ങൾക്കും അപ്പുറമാണ് ഈ ഷോ വരുന്നത്. ആദ്യം അശ്വിനാണ്. ഏഷ്യാൻ്റെ തന്നെ പല ഷോയിലും അശ്വിൻ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അശ്വിൻ. നല്ല ആൾ, ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമഡി ആർട്ടിസ്റ്റാണ് അശ്വിനുണ്ട്. പിന്നെ സുബിൻ ഞാൻ ആദ്യമായിട്ട് കാണാണ്, പക്ഷേ ഒരുപാട് റീലൊക്കെ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. സുബിൻ ഒരുപാട് റീലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റീലുകളിലൊക്കെ വെട്ടിത്തിളങ്ങി നിന്ന ഒരു താരമാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ ആൾ കയറി വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. അടുത്തത് വരുന്ന ആളുടെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയായിരുന്നു. സംഭവം കിടുവാണ്. ഹാസ്യഭാവങ്ങളിൽ ഇവൾ ഉർവശി. പിന്നെന്താ, വേഷപ്പകർപ്പിൽ ഇവൾ സുകുമാരി, വാചക കസർത്തിൽ ഇവളെ കൽപ്പന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രൊഡക്ഷനൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാരാണെന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ കുഴപ്പമില്ല. മീനാക്ഷി അടിപൊളിയാണ്. നമുക്കറിയാലോ, പല ഷോയിൽ പുത്തൻ പണം എന്ന് പറഞ്ഞൊരു പരിപാടി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിലൊക്കെ അടിപൊളിയായിട്ടൊക്കെ നിന്നതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ മീനാക്ഷി, പിന്നെ ഇടക്കാലത്ത് കുറേ പേർക്ക് ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മീനാക്ഷി കിടുവായിരുന്നു കേട്ടോ. പിന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 പേരാട്ടോ, എവിനും കെവിനും. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും കുട്ടികളെ. ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നില്ലേ ഈ ഷോയിലൊക്കെ. എവിനും കെവിനും നല്ല കുട്ടികളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 കുട്ടികളാണ്. അപ്പോൾ എവിനും കെവിനും 2 കണ്ടസ്റ്റൻസ് ആയിട്ട്, 2 മത്സരാർത്ഥികളായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവരെ ഒരുമിച്ച് അണ്ണനും തമ്പി എന്ന് പറഞ്ഞ 2 പേരും ഒരുമിച്ച് ഇങ്ങനെ സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തുന്നു. കിട്ടില്ലായിരുന്നു അവരുടെ എൻട്രി. സത്യം പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഷോ അല്ല കേട്ടോ. ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അങ്ങോട്ട് മാറി അവർ വന്നപ്പോൾ. എവിനും കെവിനും വന്നപ്പോൾ ഉണ്ടല്ലോ, ആ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അങ്ങോട്ട് മാറി അടിപൊളിയായി. പിന്നെ അങ്ങോട്ട് ചില്ലായിരുന്നു. ഭാവന അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് 2 പേരും ഒരേപോലത്തെ കളർ ഡ്രസ്സ് ഇട്ടോന്നാൽ ഞങ്ങളങ്ങനെ തിരിച്ചറിയും. അപ്പോൾ ഇവരും പറയുകയാണേ, ഞങ്ങളെ എടാ എന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. ഇവരെ 2 ആളെ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ വലിയ വ്യത്യാസം ഉണ്ടോ? ചെറുതായിട്ട്. എപ്പോഴും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഭയങ്കരമായിട്ട്. എന്തായാലും 2 പേരും എവിനെയും കെവിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്തായാലും ഈ ഷോയിൽ അവരെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അവരുടെ ബാക്കിയുള്ള ഷോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കിഡിലെ ഷോ അല്ലേ. അടുത്തത് ഡെയിനാണ്. ഡെയിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ, ഇപ്പോൾ വലിച്ച് ചാളമാക്കാന്ന് വെച്ചാലുണ്ടല്ലോ, ഇങ്ങനെ ഒരു ചളിയുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അവസാനം നല്ല പണിയൊക്കെ കിട്ടി, രക്തപ്പുഴയായിരുന്നു. പിന്നെ അടുത്തത് ശ്രീവിദ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീവിദ്യനെ നല്ല രസമാണ് കാണാനും. പിന്നെ ആളുടെ ഹസ്ബൻഡിൻ്റെയും കഥയൊക്കെ ഇങ്ങനെ കേൾക്കാൻ നല്ല രസമാണ്. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നതാണ്. 2 പേരുണ്ട്. 2 പേരല്ല, ശ്രീവിദ്യ ഉണ്ട്, ചിന്നു. പിന്നെ അടുത്തത് നെവിൻ, നമ്മുടെ ബിഗ് ബോസ് നെവിൻ. എൻ്റെ പൊന്നോ, അതേപോലെ തന്നെ എൻ്റെ ഇൻട്രോ അങ്ങനെ തന്നെയായിരുന്നു. വളിപ്പ് ഞാൻ നെവിൻ്റെ മറ്റേ പ്രോമോ ഒക്കെ വന്നപ്പോൾ നെവിൻ്റെ കണ്ടപ്പോൾ നെവിൻ തകർക്കും എന്നൊക്കെ കരുതിട്ടോ. പക്ഷെ നെവിൻ ബിഗ് ബോസിലുള്ള അതേ സ്ട്രാറ്റജി തന്നെ എടുക്കല്. നെവിന് പുള്ളിയായിരിക്കും. കുറച്ച് മാറ്റി പിടിക്കുക, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ. നെവിനാണെങ്കിൽ ഫുഡും കഴിച്ച് വയറും കഴിച്ച് തലയിൽ മൊത്തം ഇങ്ങനെ ഇലയൊക്കെ വെച്ച് ഒരു ഇൻട്രോ കുഴപ്പമില്ല. നെവിൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കാട്ടിയത് നെവിനെ കൗണ്ടർ അടിക്കാൻ വേറെ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നെവിനെ വെട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ആ സ്ട്രാറ്റജി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നടക്കൂല. നെവിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കും. പക്ഷെ എനിക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള ഇതുപോലെ ഫീൽ ചെയ്ത് ഒന്ന് മാറ്റി. ഞാൻ ഇനി വരുന്ന സമയത്തൊക്കെ നെവിൻ മാറ്റി പിടിക്കുമായിരിക്കും കേട്ടോ. കാരണം നമ്മളിങ്ങനെയൊക്കെ പ്രേക്ഷകരുടെ അഭിപ്രായം വരുമ്പോൾ മാറ്റി പിടിക്കുമല്ലോ. മറ്റേ ബിഗ് ബോസിൽ ചിലവർക്ക് മാറ്റി പിടിക്കാൻ അറിയത്തില്ല. ഇപ്പോൾ ലാലേട്ടൻ വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എന്താണ് പ്രതികരണം എന്നുള്ളത് ഇന്ന് വൈകുന്നേരം മുതൽ ഇവർ അറിഞ്ഞു തുടങ്ങും എന്താണെന്നുള്ളത്. അപ്പോൾ നെവിൻ ഇച്ചിരി ഓവർ ആണെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ ബിഗ് ബോസിലുള്ള പോലെ തന്നെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ബോറാകും. അപ്പോൾ നെവിനൊന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നെവിൻ ഇവരുടെ കൂടെ പിടിച്ച് നിൽക്കണം. ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് അല്ല ഇതിൽ വന്നിരിക്കുന്നത്, അതൊന്ന് ഓർക്കാം. അങ്ങനെ 8 പൂക്കീസും വന്നു. ഇനിയിപ്പോൾ 8 കുക്കുകളാണ് വേണ്ടത്. ഈ ഷോയിലെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഈ കുക്ക്. ആ ഇമ്പോർട്ടൻ്റ് ഘടകത്തിൽ ആദ്യം തന്നെ വിളിച്ചത് ആരെയാണ്? നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും വിളിച്ചല്ല കേട്ടോ. അറിയാണ്ട് തന്നെ അശ്വിൻ തന്നെ പോയിട്ട് വിളിച്ചു. അശ്വിനാണ് ആദ്യം സെലക്ട് ചെയ്യണേ.
അശ്വിൻ പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പോയി സെലക്ട് ചെയ്തു. അവിടെ സ്ക്രീനിൽ ഇവരുടെ ഫോട്ടോസും കുറച്ച് കോഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവർ തന്നെ ഗസ് ചെയ്യണം ആരാണെന്നൊക്കെ ഉള്ളത്. കുറുമ്പിൻ്റെ കാന്താരി, ക്യൂട്ടാണ്, കൂട്ടാണ്, ആള് പൊളിയാണ്, എന്നാൽ അടാർ കണ്ണാണ്. ആരാ ദാ അനുമോള്. നല്ല കിടിലൻ ലുക്കിൽ നല്ല കിടിലൻ ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് അനുമോൾ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അശ്വിനെ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണെന്ന്. അങ്ങനെയാണോ? അങ്ങനെ ഒറ്റയടിക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റില്ലല്ലോ. ഷോ വരട്ടെ, അപ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഈ ഷോയിൽ അനുമോ പോകുന്നത് എന്നുള്ളത്. ഇവനാണ്. അപ്പം അനുമോളും അശ്വിനുമാണ് കേട്ടോ ആദ്യത്തെ കപ്പിള് പെയർ. ഇനി അടുത്തത് നെവിന് ശബരീഷ് ചേട്ടനാണ് വന്നത്. നെവിൻ ഇതുപോലെ നോക്കിയിട്ട് ശബരീഷ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ശബരീഷാണ് വന്നത്. ഈ 9th എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ മകനാണ്. ആ ടീച്ചറിൻ്റെ മകനാണ് ശബരീഷ് ചേട്ടൻ. ശബരീഷ് വന്നു മുതൽ ശബരീഷ് ചേട്ടൻ വിളിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. ശബരീഷ് എന്ന് പറയുന്ന ഈ വ്യക്തി. ഇപ്പോൾ നെവിനും ശബരീഷുമാണ് ഒരു കപ്പിളായിട്ട് വരുന്നത്, ഒരു പെയറായിട്ട് വരുന്നത്. ഈ ചേട്ടൻ്റെ കുക്കിംഗ് ഒക്കെ അറിയുമോ? ഇവർ വെജാണ്, പ്യൂർ വെജ്. ഇവരെന്തോ ബ്രാഹ്മിൻസോ പട്ടന്മാർ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ അടുത്തത് മീനാക്ഷിക്ക് സന്ധ്യാമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കടൽമച്ചാൻ്റെ അമ്മയാണ്. ആ ചേച്ചി വന്നിട്ട് ആ ചേച്ചി അടിപൊളിയായിരുന്നു. പിന്നെ അടുത്തത് കെവിൻ മഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ് സെലക്ട് ചെയ്തത്. മഹേഷ് എന്നാണ് പേര്. ഒരു റൊമാൻറ്റിക് കുക്കാണ്. എന്താ സിമ്പിളാണ്, ഹമ്പിളാണ്, റെഡി ടു മിങ്കിളാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവിടെ സിംഗിളായിട്ടുള്ളവർക്കൊക്കെ കുറച്ചൊന്ന് ഇളകി. എന്തായാലും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളതൊക്കെ വേണ്ടേ, അതൊക്കെ കൊണ്ടുവരാനായിട്ട് ക്രൂ മെമ്പേഴ്സ് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹി വന്നു. മഹിയെ പലരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പിന്നെ ഡെയിൻ വന്നു. ഡെയിനും അൻസിബ, അത് കിടിലായിരുന്നു കേട്ടോ ആ എൻട്രി. നിങ്ങൾ അത് മിസ്സാക്കരുത് എൻട്രി. അൻസിബയാണ് നമ്മുടെ ഡെയിൻ്റെ പെയറായിട്ട് വരുന്നത്. അൻസിബയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമില്ലാണ്ട് കുറച്ച് ഹീറോയിസം ഇറക്കാൻ നോക്കിയതാണ്. അവിടെ കാലൊക്കെ പൊട്ടി ചോരയൊക്കെ വന്ന് ഇത് കണ്ട ഭാവന തലകുത്തി ചിരിച്ച് വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നാലും ഷോയ്ക്ക് കൂലി വാങ്ങിച്ചിട്ടാണല്ലോ ഇവർ വന്ന് ഷോയിൽ നിൽക്കുന്നത്. ആ കൂലിക്കുള്ള പണി അവർ ചെയ്തിട്ടുണ്ട്, ഡെയിൻ ചെയ്തിട്ടുണ്ട്. കൈയും കാലും ഒക്കെ പൊട്ടി ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ആ ഷോ ഉണ്ടല്ലോ ഡെയിൻ കൊണ്ടുപോയി. വേറെ ആരും ഇതിൻ്റെ മേലെ ബദൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഡെയിൻ കൊണ്ടുപോയി ആ ഷോ. ഇന്നത്തെ ഷോ ഡെയിൻ കൊണ്ടുപോയി. ശ്രീവിദ്യക്ക് സാബു ചേട്ടനാണ് പെയറായിട്ട് വന്നത്. സാബു ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വന്നത്. എന്ത് പറ്റി? നോക്കാം, ഇനി ദിവസങ്ങളുണ്ടല്ലോ. അടുത്തത് സുബിനാണ്. സുബിൻ്റെ കൂടെ ജിയോ മച്ചാനാണ്. നമ്മുടെ ജിയോ മച്ചാൻ, M4Tech. ഞാൻ ആദ്യം പണ്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബറാട്ടോ ജിയോ മച്ചാൻ. നമ്മുടെ M4Tech. ഇതിൻ്റെ കൂടെ ഒരു പ്രവീൺ അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളും കൂടി ഉണ്ട്. ഇവർ രണ്ടാളും കൂടി നല്ല നമ്മളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് ജിയോ മച്ചാൻ ഉണ്ട്. പക്ഷേ ചുമ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഈ ഒരു റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്രയ്ക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. മനസ്സിന് പ്രശ്നമൊന്നുമില്ല, തൊണ്ടവേദന എടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൽ ഇപ്പം ഞാൻ ജിയോ മച്ചാൻ്റെ വീഡിയോസ് കാണാറില്ല. മുമ്പ് ഞാൻ കാണുമായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായി കണ്ടിട്ട്. അത് പ്രവീൺ മൃദുല വീഡിയോസാണ് ഞാൻ കാണാറ്. M4Tech എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജിയോ മച്ചാൻ്റെ കിടിലൻ തഗ്ഗുകൾ നമുക്ക് കാണാം. ഫുൾ സപ്പോർട്ട് ബ്രോ. ഇവരൊക്കെ ബിഗ് ബോസിൽ വരണം കേട്ടോ. പക്ഷെ എനിക്കറിയാം അവർ വരില്ല. കാരണം ബിഗ് ബോസിൽ ഇവർ കൊടുക്കുന്ന പൈസകൾ ഇരട്ടി 100 ഇരട്ടി ഇവർ മാസം ഉണ്ടാക്കുന്നുണ്ട് ഓരോ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഈ ബിഗ് ബോസിന് കൊടുക്കുന്ന 1,50,000 ഒന്നും. എവിൻ സുചിത്രേനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സുചിത്രയാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. എവിനാണ് സുചിത്രയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പരമ്പര റാണി, അതായത് നമ്മുടെ സീരിയൽ പരമ്പര റാണി എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, ഒരു റാണിയുടെ ലുക്കൊക്കെ ഉണ്ട്, ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തി ഷോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മുടെ സ്റ്റോർ കീപ്പർ വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വേണ്ടിയിട്ടില്ലേ, അതെയാണ് നമ്മുടെ ജിസൈൽ. പക്ഷെ ജിസൈലിന് കിഡിലെ ഇൻട്രോ ആട്ടോ കൊടുത്തേ. എന്ത് കിഡിലെ ഇൻട്രോ കൊടുത്തേ? ജിസൈൽ നല്ല കിഡിലും പാട്ടൊക്കെ പാടി നല്ല കിഡിലായിട്ട് വന്നു. ജിസൈലിനെ കണ്ടതോടുകൂടി നിവിൻ ഇളകി. നിവിൻ ബിഗ് ബോസ് ആണെന്ന് കരുതിക്കൊണ്ട് അമ്മാതിരി ചളിപ്പൊക്കെ ആയിട്ട് വന്നു. പക്ഷെ ജിസൈൽ ഒരു രക്ഷയില്ല. എന്നെ സോപ്പിട്ട് നിന്നാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ജിസൈൽ പറഞ്ഞു. ബിഗ് ബോസിനെ പോലെ കളിപ്പ. അങ്ങനെ കലവറ റാണിയായ ജിസൈൽ മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കാനുള്ള സാധ്യതയുണ്ട്.
എന്തായാലും അടിപൊളിയാണ്. ഇത്ര കണ്ടെടുത്തോളം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഷോയുടെ സ്റ്റാർട്ടിങ് ഡേ. ഇനിയിപ്പോൾ നാളെയാണ് എന്താണ് സംഭവം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അറിയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. തമിഴിലും ഹിന്ദിയിലൊക്കെ കണ്ട അതേപോലെ തന്നെ ആയിരിക്കും. ഒരാൾ കുക്ക് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെ ഇങ്ങനെ കോമഡി അതിൻ്റെ ഇടയിൽ നടക്കുന്ന കോമഡി രംഗങ്ങൾ, പിന്നെ അവരുടെ വാല്യുവേഷൻ, കോമ്പറ്റീഷൻ, ടാസ്കുകൾ, അതൊക്കെ തന്നെയൊക്കെ ആയിരിക്കും. പിന്നെ ഇവരുടെ കയ്യിൽ നിന്നിട്ടിട്ട് ചെയ്യുന്നതിൽ കോമഡി കണ്ട് കുറച്ച് നേരം നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കാം. എല്ലാം മറന്നു എല്ലാം വളരെ രസമായിട്ട് കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ നമ്മുടെ സമയം പോകും. ആ ഒരു പരിപാടിയാണ് കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആരും കാണാൻ മറക്കണ്ട. അപ്പോൾ നമ്മളുണ്ടല്ലോ പുറത്തൊക്കെ പോയി പണിയൊക്കെ എടുത്ത് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സീരിയലൊക്കെ കാണാം, ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കാൻ, കുറച്ച് നേരം എല്ലാം മറന്ന് ചിരിക്കാനൊക്കെ ആയിട്ട് ഒരു അവസരം, അതാണ് ഈ ഷോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ രസകരമായ തമാശകളൊക്കെ നമുക്ക് കേൾക്കാം എന്ന് മാത്രമല്ല കൂടുതൽ അവരെയൊക്കെ നമുക്ക് അറിയാനൊക്കെ പറ്റും. അങ്ങനെ രസമായിട്ടുള്ള ഒരു ഷോയാണ് വരാൻ പോകുന്നത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് രാത്രിയാണ് ആ ഷോ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നാളെയാണ് ഈ ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കിടിലൻ റിവ്യൂ എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് നോക്കാം എങ്ങനെ ഷോ പോകുന്നത്. നമുക്ക് അതുമായിട്ട് വരാം. പിന്നെ നമ്മുടെ ഗുരുമന്ത്രയിൽ പിന്നെ കുറച്ച് പേര് കാത്തിരിക്കുന്ന ഗുരുമന്ത്ര അപ്ഡേറ്റ് ആണ് ഇത്. കണ്ടോ, ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മുടെ ഗുരുമന്ത്രയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ബ്രേസ്ലെറ്റ് എന്താണെന്നറിയോ? ട്രാവൽ പ്രൊട്ടക്ഷൻ. നമ്മൾ ട്രിപ്പൊക്കെ പോകൂലേ, അല്ലെങ്കിൽ വേണ്ട നമ്മൾ പുറത്തേക്ക് പോകില്ലേ, ജോലിക്ക് പോകൂലേ. ചിലർക്ക് ജോലി അടുത്തായിരിക്കും ജോബ് ഉണ്ടാവുക, ചിലർക്ക് ദൂരെ ആയിരിക്കും. ഇപ്പോൾ സാറ്റർഡേ സൺഡേ വരും, എന്നിട്ട് മൺഡേ മോർണിംഗ് പോകും, പിന്നെ ഫ്രൈഡേ ഈവനിങ് വരും, അങ്ങനെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ട്രാവൽ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റാണ്. നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പലരെയും കാണും, പല സ്ഥലങ്ങളിലും പോകും, അവിടെയൊക്കെ പല എനർജി ഉണ്ടാകും. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷേ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളത് ഒരു പല സ്ഥലങ്ങളിൽ ട്രിപ്പായിട്ടാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളതിൽ നെഗറ്റീവ് എനർജി അവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്താലും നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കാണും. പ്രത്യേകിച്ച് പാറമട, കൊക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അത് തന്നെ ആണെന്നില്ല, എവിടെ ട്രിപ്പ് പോയാലും നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കാണും. പക്ഷേ പല എനർജി നമ്മുടെ എനർജി അങ്ങോട്ടേക്ക് വലിക്കും. അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മളെ പോലും അറിയാണ്ട് നമ്മൾ ആ എനർജിയിലേക്ക് പോകും. അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ നമുക്ക്? ഇപ്പോൾ എന്തോരം വാർത്തകളാണ് നമ്മൾ കാണുന്നത് ഇല്ലേ? ആരും അറിയാണ്ട് നമ്മുടെ കൂടെയുള്ളവർ പോലും വഴിതെറ്റിപ്പോ ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ നിന്ന് മാറിപ്പോകുന്നു. ട്രിപ്പ് വളരെ സന്തോഷത്തോടെ പോയിട്ട് കരഞ്ഞുകൊണ്ട് വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ തടയുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് റേക്ക് എനർജൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റേക്ക് ഹീൽ ചെയ്തിട്ട് നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോൺസിലുള്ള എനർജി നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. റേക്ക് ഹീൽ ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഈ റേക്ക് ഹീലിംഗ് 100% ഫ്രീ ആയിട്ടാണ് ഗുരുമന്ത്ര കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. റേക്ക് ഹീൽ ചെയ്തിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ധരിക്കുക. ട്രാവൽ പ്രൊട്ടക്ഷനാണ്. ഇതിപ്പോൾ ട്രിപ്പ് പോകുന്നവർക്ക് മാത്രം ധരിക്കാനുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ട്രിപ്പ് പോകുന്നവർക്ക് മാത്രമല്ല, അല്ലാതെ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നവർക്കാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോണിൻ്റെ എനർജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എത്ര പേരാ ബൈക്ക് എടുത്തിട്ട് പോകുന്നത്, എത്ര പേരാ കാർ എടുത്തിട്ട് വർക്കിന് പോകുന്നത്, അതും അല്ലെങ്കിൽ ബസ്സിന് പോകുന്നവരും ഉണ്ടാകും. നമുക്കറിയില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പല എനർജീസും നമുക്ക് ചുറ്റുമുണ്ട്. അത് നമുക്ക് കാണുന്നതും ഉണ്ടാവും, നമ്മൾ കാണാത്തതും ഉണ്ടാകും. അപ്പോൾ ആ എനർജീസ് ഒക്കെ നമ്മുടെ എനർജിയെ കീഴ്പ്പെടുത്തി നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ സേഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഈ സ്റ്റോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ബ്രേസ്ലെറ്റിലുള്ള സ്റ്റോൺസ് ഒന്ന് സ്മോക്കി കോട്സ് ഉണ്ട്, ഹെമിറ്റൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഓബ്സിഡിയൻ ഉണ്ട്. ഇത് മൂന്നും നിങ്ങൾക്കറിയാം നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മളെ സേഫായിട്ട് നമുക്ക് ചുറ്റും ഒരു സേഫ്റ്റി നൽകുന്നു. ഈ ഒരു ബ്രേസ്ലെറ്റ്. അപ്പോൾ ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അപ്പോൾ റേക്കി ഹീൽ ചെയ്ത് നിങ്ങളിത് ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കവചം പോലെ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. യൂണിവേഴ്സിൻ്റെ പവറാണ്. നമ്മളിതൊരു മതത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല നമ്മളിതൊന്നും ചെയ്യുന്നത്. ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ ഒരു പവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റിൽ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണ്ടവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ.
ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന, എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ദൂരെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര്, എൻ്റെ മോൻ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്നവനാണ്, അവൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ദൂരെ ട്രാവൽ ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദാ ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി കേട്ടോ. ഇത് റേക്ക് എനർജൈസ് ചെയ്തിട്ട് ധരിക്കണേ. അപ്പോൾ റേക്ക് എനർജൈസ് ചെയ്ത് ഞാൻ തരാം, ഫ്രീ ആയിട്ടാണ് ഞാൻ റേക്ക് എനർജൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ദയക്കാവുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്. ഞാൻ ബിസിനസ് ചെയ്യാണ്, എൻ്റെ ബിസിനസ്സിലേക്ക് ആൾക്കാർ വരുന്നില്ല. എൻ്റെ പ്രോഡക്റ്റൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് വാങ്ങിക്കാതെ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നു, വിലയൊക്കെ ചോദിച്ചിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറിപ്പിച്ചവർ വരുന്നുണ്ട്. അതായത് ബിസിനസ് നടക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്രേസ്ലെറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മണി മാഗ്നറ്റിൻ്റെ പോലെ ഇരിക്കും, പക്ഷേ സ്റ്റോൺസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സ്റ്റോൺസൊക്കെ തന്നെ ഗ്രീൻ അവഞ്ചറൊക്കെ ഉണ്ട്, പക്ഷേ അത് ഗ്രീൻ അവഞ്ചർ അറിയാമല്ലോ, ലെക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഓപ്പർച്യൂണിറ്റീസ് കൂടാനാണ്. അതായത് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രീൻ അവഞ്ചർ നമ്മൾ മെയിൻ യൂസ് ചെയ്തത്. ഇത് ഗ്രീൻ അവഞ്ചർ മാത്രമായിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത് മൂന്നും കൂടി ഉള്ളതാണ്. ഗ്രീൻ അവഞ്ചർ, ഹെമിറ്റേറ്റ്, അത് പൈറൈറ്റിൻ്റെ, പിന്നെ അതുപോലെ ടൈഗർ, ഇതെല്ലാം കൂടിയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് റേക്ക് എനർജൈസ് ചെയ്തിട്ട് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് കാരണം ഒരുപക്ഷെ മറ്റു കസ്റ്റമർക്ക് നിങ്ങളിൽ നിന്ന് സാധനം മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നിങ്ങളുടെ ബിസിനസ് മറ്റൊരാൾക്ക് പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് വാങ്ങിക്കാൻ തോന്നാതെ പോയേക്കാം. അതൊക്കെ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമുക്ക് വരേണ്ട ബിസിനസ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് റേക്ക് എനർജൈസ് ചെയ്തിട്ട്, റേക്ക് ഹീൽ ചെയ്തിട്ട് നിങ്ങൾ ധരിച്ചോളൂ. നിങ്ങളുടെ ബിസിനസ്സിലുള്ള ചുറ്റുമുള്ള പ്രോബ്ലം ഒക്കെ മാറും. നിങ്ങൾക്ക് ധരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് വാങ്ങിയിട്ട് നിങ്ങളുടെ ക്യാഷ് കൗണ്ടറില്ലേ, ക്യാഷ് കൗണ്ടറിൻ്റെ ഉള്ളിൽ ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ബിസിനസ് നിങ്ങളിലേക്ക് എത്തും. ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത്. ഞാൻ ധരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ധരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. പലപ്പോഴും നമുക്ക് എല്ലാ ബ്രേസ്ലെറ്റും എൻ്റെ കയ്യിൽ ഇനി എവിടെ സ്ഥലമുണ്ട്, അതുകൊണ്ട് ഞാനിത് ധരിക്കുന്നതിന് പകരം എൻ്റെ കയ്യിൽ വെക്കാറ് പതിവ്. എന്താ പറയുക, എൻ്റെ ബിസിനസ്സിലേക്ക് ഇരിക്കുമ്പോഴും ഒക്കെ കൗണ്ടറിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണിത്. ഇത് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ ജോലി ചെയ്ത്, അതായത് നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും കമ്പനിയിൽ ഉയർച്ച കയറ്റം ഉണ്ടാവാനായിട്ട്, സാലറി ഇൻക്രിമെൻറ്റ്, അതുപോലെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എന്നോട് ചോദിച്ച് വാങ്ങിച്ചോ. റേക്ക് എനർജൈസ് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ കമ്പനിയും പേരും നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ പൊസിഷൻ ഒക്കെ വെച്ചിട്ട്, അതായത് നിങ്ങൾ എന്ത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് പൊസിഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് പ്രൊമോഷൻ ഏത് പൊസിഷനിലേക്കാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ റേക്ക് എനർജൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് തരും. അതുപോലെ നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരും നിങ്ങൾ സ്ഥാപനത്തിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചെന്ന് അത് വെച്ചിട്ടാണ് നമ്മളിത് റേക്ക് എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിക്ക് ചുറ്റും ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ്സും മാറ്റി നിങ്ങളുടെ ബിസിനസ്സൊക്കെ നല്ല കിടിലോട്ട് പോകാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. ബിസിനസ് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ഏപ്രിൽ 19 അക്ഷയ തൃതീയ ദിനമാണ്. അക്ഷയ തൃതീയ ദിനം എന്നത് എല്ലാവർക്കും അറിയാം. ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലൊരു ദിനമായിട്ടാണ് അക്ഷയ തൃതീയ ദിനത്തെ കാണുന്നത്. അക്ഷയ എന്ന് വെച്ചാൽ ക്ഷയമില്ലാത്തത്, അതായത് നശിക്കാത്തത്. അന്നത്തെ ദിവസം നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നല്ല പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതാണെങ്കിലോ അത് നമുക്ക് ഉടനീളം ആ ഒരു പുണ്യം, ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതായത് സമ്പത്ത്, ഭാഗ്യം, ഐശ്വര്യം അതിൻ്റെ ഒരു ദിവസമാണ്. നമ്മൾ അന്നേ ദിവസം ദാനം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ സ്വർണ്ണമോ പണമോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമോ വസ്ത്രമോ വെള്ളമോ ദാനം ചെയ്താൽ മതി. ദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് നാളെ അക്ഷയ തൃതീയ ദിനം, അതായത് ഏപ്രിൽ 19 അന്നത്തെ ദിവസം വിവാഹ നിശ്ചയം നടത്തുകയാണെങ്കിലോ വിവാഹം നടത്തുകയാണെങ്കിലോ അതേപോലെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഒരിക്കലും നശിക്കില്ല അത്. അപ്പോൾ നാളത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാണ് അക്ഷയ തൃതീയ ദിനം. ഒരുപാട് പേര് സ്വർണം വാങ്ങിക്കും. സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ഐശ്വര്യം ഉടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്വർണം എന്ന് പറയുന്നത് പലയിടങ്ങളിലും മഹാലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരിക്കലും കാലിൽ സ്വർണ്ണം ഇടാൻ പാടില്ല എന്ന് പറയും. ഞാൻ അവിടെ താമസിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ കാലിലൊക്കെ സ്വർണ്ണം കണ്ടു കഴിഞ്ഞാൽ അവർ പറയും കാലിൽ സ്വർണ്ണം ഇടരുത് എന്ന് പറയും. അങ്ങനെ മഹാലക്ഷ്മി ആയിട്ടാണ് പലയിടങ്ങളിലും കാണുന്നത്. ഞാനും അത്തരത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത്, അപ്പോൾ സ്വർണം മേടിക്കാനായിട്ട് സ്വർണ്ണത്തിൻ്റെ പവൻ്റെ റേറ്റൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ സ്വർണ്ണം മേടിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പലർക്കും അത് നടന്നെന്ന് വരില്ല. അപ്പോൾ സ്വർണം തന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ നടക്കില്ലെങ്കിൽ വേണ്ട. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള, മഹാലക്ഷ്മിയുടെ അംശമായിട്ടുള്ള പല
ഐറ്റംസും ഇതിലുണ്ട്. ഇത് ലക്ഷ്മി പിരമിഡാണ്. മഹാലക്ഷ്മിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നല്ലേ ഉള്ളൂ. മഹാലക്ഷ്മിയുടെ അംശമായിട്ടുള്ള എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പിരമിഡ് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ മഹാലക്ഷ്മിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അതേ ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലുടനീളം ഉണ്ടാകും. ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവും ഭാഗ്യവും സമ്പത്തും സൗഭാഗ്യവും എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ ഈ ഒരു പിരമിഡ് വേണമെന്നുള്ളവർ ഇതായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലക്ഷ്മി പിരമിഡ് ഇത് റേക്കി എനർജൈസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരും അവരുടെ ആവശ്യവും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന വർക്ക് അതൊക്കെ പറഞ്ഞിട്ട് എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ഞാൻ തരുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ പ്രധാന വാതിലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ മുന്നിലോ ഇത് വെക്കാം. മഹാലക്ഷ്മി കടാക്ഷം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നാളെ അക്ഷയ തൃതീയ ദിനം ആയതുകൊണ്ട് ഞാനിത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാണ്. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റും അതുപോലെ ഈ ധൻയോഗ കോണും പല പേജിലും നിങ്ങൾ 1000 കൊടുത്ത് മേടിക്കുന്ന ഈ ഒരു കോണ് ധൻയോഗ കോണ് വളരെ നിസ്സാര ബ്രേസ്ലെറ്റാണ് നമ്മുടെ ഗുരുമന്ത്രയിൽ കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ദാ ഈ ഒരു ബ്രേസ്ലെറ്റ്, ഈ ബ്രേസ്ലെറ്റും ഈ ധൻയോഗ കോണും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ മഹാലക്ഷ്മി പിരമിഡ് ഫ്രീ ആയിട്ട് തരുകയാണ് കേട്ടോ. എല്ലാം എനർജൈസ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ദാ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് വളരെ വലിയൊരു ഓഫറാണിത്. കാരണം ഇത് ഭയങ്കര ഇതിൽ ഗുരുമന്ത്രയിൽ ഭയങ്കര റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഓർഡർ വന്നിട്ട് അത്രയും ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ലക്ഷ്മി പിരമിഡ്. അത് ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇത് രണ്ടും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ പറയാം. ഇത് ഒരുപാട് ദിവസമൊന്നും ഈ ഒരു ഓഫർ ഉണ്ടാവില്ല. രണ്ട് ദിവസം 3 ദിവസം തരാം. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം മുതൽ ഇന്ന് 18 അല്ലേ, 18, 19, 20 ഈ 3 ദിവസം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഓഫർ ഉണ്ടാവില്ല. അതായത് ഇന്ന്, നാളെ, മറ്റന്നാൾ ഈ 3 ദിവസമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ എജു നാവിഗേറ്ററിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി പറഞ്ഞോട്ടെ. എജു നാവിഗേറ്ററിൽ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്നെ വിശ്വസിച്ച് എജു നാവിഗേറ്ററിലേക്ക് കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടല്ലേ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സത്യത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. പല കോളേജുകളും പല ഏജൻസിക്കാരും പല കോളേജിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളത് കയറി പൈസയും കൊടുത്ത് പോകും. അത് എത്രത്തോളം സേഫാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അഡ്മിഷൻ എടുത്ത് ഒരു പൈസ വാങ്ങി അവർ പോകും. പിന്നെ അവരെ നിങ്ങളെ വിളിച്ചാൽ പോലും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിശ്വാസമായിട്ടുള്ള ഒരാളോട് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാം. എജു നാവിഗേറ്ററിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും നിങ്ങളെ കാണാൻ വരുമല്ലേ, നിങ്ങൾക്ക് എന്നോട് അറിയാമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എജു നാവിഗേറ്ററിൽ കൂടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ പഠിച്ചിറങ്ങുന്നവരെ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കും. നിങ്ങളുമായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കും. അല്ലാതെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് ഹായ് ബായ് പറഞ്ഞ് പോകുന്ന പരിപാടി എജു നാവിഗേറ്ററിലില്ല. നിങ്ങളുടെ കുട്ടികളെ നമ്മുടെ സ്വന്തം പോലെ തന്നെയാണ് നമ്മളെ കയറ്റി വിടുന്നത്. നിങ്ങൾ വേറെ കോളേജിലേക്ക് വിടുന്നത്. അവിടെ നിങ്ങൾ അധ്യാപകനോ അല്ലെങ്കിൽ അവിടുത്തെ കോച്ചിങ് ശരിയല്ല, അധ്യാപകൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ, ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, റാഗിങ് ഉണ്ടോ, എന്ത് വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടി നേരിടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരുണ്ട് അവിടെ, നമ്മളുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് +2 കഴിഞ്ഞ കുട്ടികളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ മക്കളെ പുറത്ത് പോയി പഠിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഒന്നാമത്തെ അവിടെ ഫെസിലിറ്റീസ് കൂടുതലാണ് പുറത്ത് കമ്പാരിറ്റീവ്ലി കേരളം. അതുമാത്രമല്ല ഫീസും കുറവാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പുറത്ത് പോയി പഠിപ്പിക്കാനായിട്ട് പാരൻസിന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇച്ചിരി പഠിപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, അവർ സേഫായിട്ടിരിക്കണമെന്ന് കരുതിയിട്ട് പല അമ്മമാരും അച്ഛന്മാരും മക്കളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. നിങ്ങളിതാ എജു നാവിഗേറ്ററിൽ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങളുടെ മക്കളെ സേഫായിട്ട് നമ്മൾ കൊണ്ടുപോയി ഏത് കോളേജിലാണോ അവർക്ക് അഡ്മിഷൻ വേണ്ടത് അവിടെ കോളേജിൽ അഡ്മിഷൻ എടുത്തു തരും. നല്ല കോളേജുകൾ ഏതാണോ അത് മാത്രമേ നമ്മൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. നല്ല കോളേജുകൾ മാത്രം. നിങ്ങളുടെ കുട്ടി സേഫായിട്ട് പഠിക്കണം. ഹോസ്റ്റലിൽ പ്രശ്നം ഉണ്ടാവരുത്, റാഗിങ് ഉണ്ടാവരുത്, ഹോസ്റ്റലിലെ ഫുഡെല്ലാം കറക്റ്റ് ആയിരിക്കണം, നല്ല ഫുഡുകളായിരിക്കണം. അതുപോലെ ഫുഡ് പോയ്സണൊക്കെ പലയിടത്തും കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രശ്നമൊന്നും എജു നാവിഗേറ്ററിൽ നിന്ന് കയറിപ്പോയിട്ടില്ല. ഒരു കുട്ടികളും പറയില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, നമ്മൾ അവർക്ക് സപ്പോർട്ട് എടുത്തും, നമ്മുടെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഒന്നാമത്തെ ഒരു പ്രശ്നവും ഫേസ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെയുള്ള കോളേജും അങ്ങനെയുള്ള ഹോസ്റ്റലിലും മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എജു നാവിഗേറ്ററിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡെയിലി വരുന്നതല്ലേ, എന്നെ ഡെയിലി നിങ്ങൾ കാണുന്നതല്ലേ. നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ വിശ്വാസം ആവുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ലുലു മാളിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി. അവിടെയാണ് നമ്മുടെ സ്ഥാപനം. എജു നാവിഗേറ്റർ എന്നുള്ള വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്.
അതിൻ്റെ ഉള്ളിൽ കയറുക, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഏത് കോഴ്സാണോ വേണ്ടത്, ഏത് കോളേജാണോ, കോളേജിൻ്റെ ഡീറ്റെയിൽസ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കയറിപ്പോയ ഒരു കുട്ടികളും മോശം അനുഭവം അവിടെ ഉണ്ടാവില്ല, അത് നമ്മുടെ ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, വളരെ സന്തോഷം. എന്നെ വിശ്വസിച്ച് കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ധൈര്യമായിട്ട് നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇത് ഞാൻ കേരളത്തിൻ്റെ പുറത്ത് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പുറത്ത് പോയി പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാം. കേരളത്തിലുള്ള ഒട്ടുമിക്ക പ്രീമിയം കോളേജിലും നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക, നമ്മളവിടെ അഡ്മിഷൻ എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലുള്ള കോളേജ് ആണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മെജോറിറ്റി കോൾ വരുന്നത് കേരളത്തിൻ്റെ പുറത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ഉള്ളിലും നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടുമിക്ക പ്രീമിയം കോളേജിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും